ഹലോ ഡിയർ സുഗമോദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ്. നമ്മുടെ നന്ദനും ഗിരീഷ് മാഷും കൂടി ഇറങ്ങുന്നുണ്ട്. ഏത് നമ്പറിൽ നിന്നാണ് ആ ഒരു മെസ്സേജും ഫോട്ടോയും ഒക്കെ വന്നിട്ടുള്ളതെന്ന് അന്വേഷിച്ചിട്ടല്ലേ. അങ്ങനെ ഇവർ അന്വേഷിച്ച് ആ ഒരാളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഇനി ആരാണ് അയാൾ എന്ന് നമുക്ക് അറിയണം അല്ലെ. ഒരു ഫേക്ക് നമ്പറിൽ നിന്നാണെന്ന് നമുക്ക് എന്തായാലും അറിയാം. അപ്പൊ ഇനി ഇവർ അന്വേഷിച്ച് ഇതിന് പിന്നിൽ നമ്മുടെ ഈ ഹോം നേഴ്സും ത്യാഗരാജനുമാണോ എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഇവര് രക്ഷപ്പെട്ടു അല്ലെ. ഇവരുടെയൊക്കെ ചതിയാണെന്നുള്ളത് നമുക്ക് ബോധ്യമാകും. എന്നാലും ആ ഋഷി എന്ന പയ്യൻ ആര്? ഋഷീനെ പറ്റി നമ്മുടെ ദേവികയും തുറന്നു പറഞ്ഞിട്ടില്ല. അപ്പൊ ദേവിക ഒരു വാക്ക് നമ്മുടെ നന്ദനോട് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഈ പ്രശ്നം പണ്ടേ സോൾവ് ആയാനെ. പക്ഷെ ഇനി ഇത് ഗുരുതരമാകാൻ ഇരിക്കുന്നതേ ഉള്ളൂ. കാരണം ഇപ്പൊ ഗിരീഷ് അറിഞ്ഞു. ഇനി പതുക്കെ പതുക്കെ എന്താ പറയാ, പ്രഭാവതിയും സിദ്ധാർത്ഥനും ഒക്കെ അറിയും ഈ ഫോട്ടോ നമ്മുടെ നന്ദനാണെങ്കിൽ സഹി കെട്ട് കലിയടക്കാനാവാതെ ഈ ഫോട്ടോ എല്ലാരെയും കാണിക്കും. അപ്പൊ സ്വന്തം നമ്മുടെ ദേവികയുടെ സ്വന്തം വീട്ടുകാരും പ്രഭാവതിയും സിദ്ധാർത്ഥനും ഉൾപ്പെടെ നമ്മുടെ ദേവികയ്ക്കെതിരെ തിരിയും. ഇനി പണ്ടത്തെ പോലെ നമ്മുടെ പ്രഭാവതിയും ദേവികയും മുട്ടൻ അടി വരാനും സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു കഥ വരാനും സാധ്യതയുണ്ട്. എന്നാലും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ ദേവിക രണ്ടും കൽപ്പിച്ച് അരുന്ധതിയോട് പറയുന്നുണ്ട്, ഇനി എനിക്ക് ജോലിക്ക് വരാൻ പറ്റില്ല എന്ന്. അപ്പൊ അരുന്ധതി ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ദേവികയെ വീണ്ടും അവിടെ പിടിച്ചു നിർത്തുന്ന ചില ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ ഋഷിയുടെ മുറിയിൽ നിന്നും കുറെ ബെല്ലുകൾ കേൾക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ഋഷി ആ സ്റ്റെപ്പിൽ നിന്നും ഇങ്ങനെ ഉയരത്തിൽ നിന്നും ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വീഴുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. അപ്പൊ ദേവിക ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ ഋഷിയെ വീണ്ടും ഒറ്റയ്ക്കാക്കാൻ അത്രയ്ക്കും ഇതില്ലാത്ത ഒരാളൊന്നും അല്ല നമ്മുടെ ദേവിക അല്ലെ. അപ്പൊ ഋഷി അരുന്ധതിയോട് ഇനി താൻ വരില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും പിന്നെ നമ്മുടെ ഋഷിയെ നോക്കാൻ നമ്മുടെ ദേവിക അവിടേക്ക് തന്നെ വരുന്ന ഒരു നിമിഷങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഈ നമ്മുടെ ദേവികയാണെങ്കിൽ നമ്മുടെ നന്ദൻ പറയുന്ന അനുസരിക്കുന്നില്ല താനും. പിന്നീട് നമ്മുടെ നന്ദൻ സഹി കെട്ടിയ ഒരു ഫോട്ടോ കാണിച്ച് എല്ലാവരുടെയും വെറുപ്പ് നമ്മുടെ ദേവിക സമ്പാദിച്ചു കൂട്ടുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദേവിക പിന്നെ പണ്ടേ ഇങ്ങനെ സഹിക്കുന്നവളാണല്ലോ. നമ്മൾ എത്ര നാളായി കാണുന്നു അല്ലെ. സ്വന്തം ജീവിതം നശിച്ചാലും ഋഷിയെ ഞാൻ രക്ഷപ്പെടുത്തും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഇപ്പൊ നമ്മുടെ ദേവികയുടെ പുതിയ തീരുമാനം. എന്നാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.